നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനും ചേട്ടനും കൂടി വൈകിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോ രസീത് കുറിപ്പിച്ചോട്ടെ? പിന്നെന്താ, നമ്മള് തീരുമാനിച്ചതല്ലേ, അതുപോലെ അങ്ങ് നടക്കട്ടെ. ഇത് നടന്ന ഈ കുഞ്ഞിന്റെ കയ്യിൽ നിന്നുള്ള എന്റെ പിടി പോവും. അത് പാടില്ല, അത് തടയണം. കിട്ടുന്ന ആഹാരം വാങ്ങിക്കഴിച്ച് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വരരുത്. അല്ല, കുഞ്ഞ് പാല് കുടിച്ചില്ലല്ലോ എന്നോർത്ത്. കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കില്ലാത്ത ഉത്കണ്ഠ മൈഥിലിക്കെന്തിന്? നീ വലിച്ചെറിഞ്ഞിട്ട് പോയ കുഞ്ഞിന്റെ കാര്യത്തിൽ നിനക്കെന്തിനാ ടെൻഷൻ? അതൊന്നും വേണ്ട. എന്റെ ഭാര്യ മീനാക്ഷി ചോദ്യം ചെയ്യാനൊന്നും മൈഥിലിക്ക് അവകാശമില്ല. മൈഥിലി മീനാക്ഷിയോട് തട്ടിക്കയറിയാൽ മൈഥിലി എന്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. ഡു യു അണ്ടർസ്റ്റാൻഡ്? അത് പൊളിച്ച്. മൈഥിലി കുട്ടിക്ക് പാല് കൊടുക്കാൻ തുടങ്ങിയിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. അതുവരെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയും അങ്ങനെ തന്നെ മതി. സോറി കാർത്തിക്, ഐ എം എക്സ്ട്രീംലി സോറി. കുഞ്ഞിന് വിശക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അതിൽ നിന്ന് പാല് കൊടുത്തോട്ടെ. മീനാക്ഷി, ഇത് കുഞ്ഞിന് വിശന്നിട്ടോ നിന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല. ഞങ്ങളുടെ അമ്മമാര് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവങ്ങള്. ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരെ ഓർത്തിട്ടാ ഈ മര്യാദ കാണിക്കുന്നത്. ഇതാ ഞങ്ങളുടെ സംസ്കാരം. മീനാക്ഷി, വാ. ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ മറ്റെന്താലോചിക്കാൻ? കുഞ്ഞിന്റെ പാല് കുടിയങ്ങ് അവസാനിപ്പിച്ചേക്ക്. അത് നല്ല കാര്യം. ആ പെണ്ണിന്റെ അഹങ്കാരം കുറെ കുറയും. കണ്ടോ, ദൈവമെല്ലാം വളരെ ക്രമമായി ഒരുക്കിയിരിക്കുന്നത് കണ്ടോ. ദൈവത്തിനല്ലാതെ മറ്റാർക്കാ അറിയുക വേണ്ടതെന്താണെന്നും വേണ്ടാത്തതെന്താണെന്നും? അവള് കുഞ്ഞിനെ മയക്കി വശത്താക്കാൻ പഠിച്ച പണി എല്ലാം ചെയ്യുന്നുണ്ട്. പാല് കൊടുക്കുന്ന അമ്മയെ ഏതു കുഞ്ഞും അറിയാതെ സ്നേഹിച്ചു മീനാക്ഷി കൊച്ചെ. അത് ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും. ഏതു കുഞ്ഞും അമ്മയും തമ്മിൽ അറിയാത്തൊരു ആത്മബന്ധം ഉണ്ടാകും. അത് മീനാക്ഷി കൊച്ചനോടായിരുന്നു. പക്ഷേ മൈഥിലി പാല് കൊടുക്കാൻ തുടങ്ങിയതോടെ അത് മാറി. ഞാനാ വൈകമോളുടെ അമ്മ. ആ അവകാശം മറ്റാരും തട്ടിയെടുക്കുന്നത് എനിക്കിഷ്ടമല്ല മുത്തശ്ശ. അതാരും തട്ടിക്കൊണ്ടു പോവില്ല മോളെ. അക്കാര്യത്തില് എന്റെ മോള് വിഷമിക്കണ്ട. ആ, ഡോക്ടർ പറഞ്ഞതുപോലെ വൈകമോൾക്ക് ഇനി തിൻപാല് കൊടുക്കാം. ആ നശിച്ചവളുടെ പാലിനി കൊടുക്കണ്ട. അല്ല, ആ ശ്രീഹര എവിടെ? എപ്പോ ഇവിടെ വർത്താനം പറയാൻ നാവനൊക്കെ ആ സമയത്ത് നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളുന്നതാണല്ലോ. അവള് കുഞ്ഞിന് പാല് കൊടുക്കാൻ മുത്തശ്ശി. ദേ, ഇന്നത്തോടെ അത് നിർത്തിയേക്കണം. അതല്ലമ്മേ, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താ നിങ്ങളെല്ലാവരും മറന്നു പോന്ന്? അതെന്താ? ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നതും ചെയ്യുന്നതൊക്കെ നന്ദിനിമോളല്ലേ? എന്താ പ്രധാനപ്പെട്ട കാര്യം മോള് പറയേ. വൈകമോൾക്ക് ചോറൂണ് നടത്തേണ്ട സമയമായി. ആ,
ചോറൂണം നടത്തി കഴിഞ്ഞാ കുഞ്ഞിന് നമുക്ക് എന്ത് ഭക്ഷണവും കൊടുക്കാം. പിന്നെ ഈ മുലപ്പാല് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. എന്റെ കുഞ്ഞിനെ എന്റെ അടുത്ത് നിന്ന് മാറ്റാനുള്ള വിദ്യ ആലോചിക്കുക ഇവര്. നടക്കില്ല. നല്ല കാര്യം. ചോറൂണ് കഴിഞ്ഞ പിന്നെ എന്തും കൊടുക്കാം. ആ പാൽ സൊസൈറ്റി മൈഥിലിയുടെ ആവശ്യമേ വരില്ല. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യും എന്റെ അമ്മ. എന്റെ അമ്മ എത്ര ബുദ്ധിയുള്ളവളാ. താങ്ക് യു അമ്മ. ദേ വന്നല്ലോ ഇഡിയറ്റ്. കൊണ്ടുവാടി ഇവിടെ. രാജലക്ഷ്മി, ചോറൂണ് ഏത് അമ്പലത്തിൽ വെച്ച് നടത്തണം? ഗുരുവായൂര്, ആറ്റുകാൽ, ചോറ്റാനിക്കര? അത് ജയരാമനും രാമഭദ്രനും സാവിത്രിയും ജഗദീഷും ഒക്കെ ഉള്ളപ്പോ തീരുമാനിക്കാം. ആദ്യം എന്ന് കൊടുക്കണോന്ന് തീരുമാനിക്കാം. മോളെ, ആ കലണ്ടറോ പഞ്ചാംഗവും എടുത്തേ. അല്ല, ജോത്സരെ വിളിക്കണോ കൈമളേട്ടാ? വേണ്ടെന്നേ. ഒരു നല്ല ദിവസം നോക്കി നമ്മൾ കുടുംബാംഗങ്ങളെല്ലാം ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്തിയാൽ മതി. ആറ്റുകാല് മതി. വരദായിനി അമ്മയുടെ തിരുമുമ്പിൽ വെച്ച് വൈകമോളുടെ ചോറൂണ്. ദാ അച്ഛാ. ദാ. 24-ാം തീയതി നല്ല ദിവസമാണ്. ആ, അന്ന് നമുക്ക് കുഞ്ഞിന് ചോറ് കൊടുക്കാം. എന്താ? ആ, അത് മതി. ആരെങ്കിലുമൊക്കെ ക്ഷണിക്കണോ ദൈവമേ? എന്തിന്? കുട്ടിയുടെ മാതാപിതാക്കൾ നീ മീനാക്ഷിയല്ലേ, പിന്നെ ഈ കുടുംബത്തിലുള്ളവരും. അപ്പോ നമ്മുടെ വീട്ടിലുള്ള എല്ലാരും വേണം. അത് മതി. ആ അമ്മേ, ഞാനും ചേട്ടനും കൂടി വൈകിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോ രസീത് കുറിപ്പിച്ചോട്ടെ? പിന്നെന്താ, നമ്മള് തീരുമാനിച്ചതല്ലേ, അതുപോലെ അങ്ങ് നടക്കട്ടെ. ഇത് നടന്ന ഈ കുഞ്ഞിന്റെ കയ്യിൽ നിന്നുള്ള എന്റെ പിടി പോവും. അത് പാടില്ല. അത് തടയണം. വൈശാഖിനോട് പറഞ്ഞ് ഇത് മുടക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.